പ്രിയപ്പെട്ടവരെ, 66 സങ്കീർത്തനത്തിൻ്റെ 16 വചനം ഇപ്രകാരമാണ് പറയുക: ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഓരോ അനുഭവങ്ങളും ഈ സമയങ്ങളിൽ നമ്മോട് പങ്കുവെക്കുന്നത് എറണാകുളം സ്വദേശിയായ ജോസഫ് ബെർണാഡ് എന്ന സഹോദരനാണ്. അദ്ദേഹം ആലപ്പുഴ IMS ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകൻ കൂടിയാണ്. ഈ സമയങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ആ സഹോദരനിലൂടെ ജീവിത സാക്ഷ്യ വിവരണം നമുക്ക് ശ്രവിക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി പോലും ഉറങ്ങുവാൻ കഴിയാതെ നേരം വെളുക്കുവോളം TV കണ്ടും പേപ്പർ വായിച്ചുമെല്ലാം സമയം കളഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൻ്റെ കാരണം ഇതായിരുന്നു: 30 ലക്ഷം രൂപയ്ക്ക് മേൽ എനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. 30 ലക്ഷം രൂപയ്ക്കുള്ള കടബാധ്യത എങ്ങനെ വീടുമെന്നുള്ളതിന് ഞാൻ ഒരു പ്ലാനെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിതായിരുന്നു: എനിക്ക് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് 21 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഈ കടബാധ്യതകളൊക്കെ എനിക്ക് നിസ്സാരമാണ്, ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, കാരണം എൻ്റെ സ്ഥലം വിറ്റാൽ എനിക്ക് ഈ കടങ്ങളൊക്കെ വീടാവുന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കടം വീടുവാനായിട്ട് ഈ സ്ഥലം വിൽക്കുവാനായിട്ട് പല തരത്തിലും ശ്രമിച്ചു. ഞാൻ പേപ്പറിൽ പരസ്യമിടും, ബ്രോക്കർമാരോട് പറയും, പിന്നെ ഞാൻ തന്നെ നേരിട്ട് പറയും. എന്തെല്ലാം ശ്രമിച്ചാലും എനിക്ക് എൻ്റെ ഈ സ്ഥലം വിൽക്കുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, എൻ്റെ കടബാധ്യത തീർക്കുവാൻ എനിക്കും കഴിഞ്ഞില്ല. ദിവസങ്ങൾക്കുള്ളിൽ കടബാധിതരുടെ സ്വഭാവം മാറി തുടങ്ങി. ആദ്യമെല്ലാം കടക്കാർ ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുമായിരുന്നു, അവർ എനിക്ക് സമയം തരുമായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ സ്വഭാവം മാറി തുടങ്ങി. ചിലർ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ചിലർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാത്രി 1 മണിയായാലും 2 മണിയായാലും ഫോണിൽ വിളിച്ച് പൈസ ആവശ്യപ്പെടുന്ന പല അനുഭവങ്ങളും. ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ, കാരണം ഈ കടക്കാരെല്ലാം കൂടി എൻ്റെ ജോലി സ്ഥലത്ത് വരാൻ തുടങ്ങി. അവിടെ നിന്നിട്ട് അവിടെ മറ്റുള്ള ജോലിക്കാരുടെ മുമ്പിൽ വെച്ചൊക്കെ എന്നെ അപമാനിക്കാൻ തുടങ്ങി. എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ എൻ്റെ ജോലി സ്ഥലത്ത് പോലും പോകുവാനായിട്ട്. ആദ്യം കടബാധ്യത വർദ്ധിച്ചു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എൻ്റെ സ്ഥിതി മാറി തുടങ്ങി. കാരണം പുറത്തിറങ്ങുവാൻ വയ്യ, ഫോൺ ബെല്ലടി കേട്ടാൽ പേടിക്കുന്നു, വീടിൻ്റെ വാതിൽ മുട്ട് കേട്ടാൽ പേടിക്കുന്നു. അതുവരെ ഞാൻ തകർന്നുപോയി. എനിക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. കാരണം എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളെല്ലാം ആദ്യം എനിക്കുണ്ടായിരുന്നെങ്കിലും ക്രമേണ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത വിധം അവർക്കും മാറി നിൽക്കേണ്ടി വന്നു. കാരണം അവരെല്ലാം അവരുടെ സമ്പത്തും സ്വർണ്ണാഭരണങ്ങളെല്ലാം എൻ്റെ കടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിലും പിന്നീട് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ കടം ഒട്ട് തീർന്നുമില്ല. ഞാൻ നാൾക്ക് നാൾ കടബാധ്യതയിൽപ്പെട്ട് കൂടുതൽ കടത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അവസാനം ഞാൻ ഒറ്റപ്പെട്ടു. എൻ്റെ നിത്യചെലവ് ബുദ്ധിമുട്ട്, എൻ്റെ മക്കളെ സ്കൂളിലിറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ട് മാറി. കാരണം സ്കൂൾ തുറന്ന് ജൂൺ മാസം സ്കൂൾ തുറന്നെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഈ മാസം വരെ എനിക്ക് സ്കൂളിൽ എൻ്റെ മക്കളെ ഇറക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രത്തോളം ഞാൻ സാമ്പത്തികമായി അധംപതിച്ചിരുന്നു. എൻ്റെ നിത്യചെലവിൻ്റെ കാര്യം പോയിട്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങുവാനായിട്ട് ഒരു 10 രൂപ പോലും ഇല്ലാത്ത അവസ്ഥ എനിക്ക് വന്നു. എൻ്റെ വീട്ടിൽ അരി വെക്കാൻ പോലും നിവൃത്തിയില്ലാതെ 20 രൂപയും 30 രൂപയും കടം വാങ്ങി നടക്കേണ്ട അവസ്ഥയായി. പ്രിയ സഹോദരങ്ങളെ, അത്രമാത്രം അധംപതിച്ച് എൻ്റെ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ട് എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്നുള്ള വലിയ ഒരു ഉറപ്പ് എനിക്ക് വന്ന്. ഇനി എന്നെ ആരും സഹായിക്കാനില്ല, ഇനി ഞാൻ ആരെ പ്രതീക്ഷിക്കാനായിട്ട്. എൻ്റെ കടബാധ്യതയുള്ള നാളുകളിലെല്ലാം ആദ്യം ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിലൊരു പ്രത്യാശ എൻ്റെ മനസ്സിലുണ്ടായത് ആരെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ എന്നെ സഹായിക്കും, എൻ്റെ കടബാധ്യത എന്നല്ല ഞാൻ പുറത്തു വരുമെന്നെല്ലാം വിചാരിച്ച് ഞാനിങ്ങളെ നാളുകൾ തള്ളി നീക്കി. പക്ഷെ ഒരു കടത്തിന് ഒരു മാറ്റവും ഇല്ലാതെയായി. ആരും എന്നെ സഹായിക്കാനില്ല എന്ന തിരിച്ചറിവ് വന്ന് ഒരു രാത്രി ഞാനും ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളോട് മരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം 10 വയസ്സ് 8 വയസ്സാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് എൻ്റെ മക്കളുടെ പ്രായം 6 8 വയസ്സ്. അങ്ങനെ രാത്രി 2 മണിയായി. ഞാൻ മരിക്കുവാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും ഒരു കാര്യം തീരുമാനിച്ചു: നേരം വെളുത്ത് ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും മരിച്ചെന്നുള്ള വിവരം. അതുകൊണ്ട് രാത്രി 2 മണിക്ക് എൻ്റെ 3 സഹോദരിമാരുടെ ഫോണിലേക്ക് ഞാൻ മെസ്സേജ് വിട്ടിട്ട് ഞങ്ങൾ മരിക്കാൻ ഒരുങ്ങിയ സമയത്ത് 2 മണിയായി. കാരണം എല്ലാ കാര്യങ്ങളും മരിക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ച് രാത്രി 2 മണിക്ക് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, ഈ സമയത്ത് ഞങ്ങൾ മരിക്കാൻ പോണേ. ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ തീരുമാനിച്ച്, മരണം 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് അകലെ നിൽക്കുന്ന സമയം, ഒരു സ്വിച്ച് അമർത്തിയാൽ ഞാനും ഭാര്യയും എൻ്റെ 2 കുഞ്ഞുങ്ങളും ആ സെക്കൻഡ് തന്നെ ഇല്ലാതാവും.
പ്രിയ സഹോദരങ്ങളെ, ആ സമയത്ത് എൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, ഇത്ര കാലം നമ്മൾ ദൈവത്തിനെ അന്വേഷിച്ച് കാത്തിരുന്ന് ദൈവം ഇടപെട്ടിട്ടില്ല. ഒരു പക്ഷേ ഈ സമയത്ത് ദൈവം നമ്മളെ അന്വേഷിച്ചാൽ, നമ്മളെ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആ അനുഗ്രഹം മാറിപ്പോവില്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇത്രയും കാലം അന്വേഷിച്ച ദൈവത്തിന് നമ്മൾക്ക് ഇനിയും കാത്തിരിക്കണം. കാരണം എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് ജോസങ്ങൾ എന്നാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ വിളിക്കുന്നത്, എൻ്റെ പെങ്ങന്മാരുടെ മക്കൾ വിളിക്കുന്ന കേട്ട് അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഭാര്യ പറയണേ, ജോസങ്ങളെ, ഇത്രയും കാലം ജോസങ്ങൾ എന്നോട് പറയുമായിരുന്നല്ലോ, അബ്രാഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, 75 വയസ്സുള്ളപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ സന്താന പരമ്പര ആ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മൺതരി പോലെയും മക്കളെ തരുമെന്ന് പറഞ്ഞിട്ട് 25 വർഷം കാത്തിരിക്കാൻ പറഞ്ഞില്ലേ? എന്നാൽ പിന്നെ ജോസങ്ങളെ, നമുക്ക് കുറച്ചും കൂടി സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലേ? സ്വർഗത്തിലെ ദൈവത്തോട് പറ, ഞാൻ ഇനിയും സഹിക്കും, നിന്റെ ശക്തി വെളിപ്പെടുന്നവരെ ഞാൻ ഇനിയും സഹിക്കും എന്ന് പറഞ്ഞ് നമുക്കിനി കാത്തിരിക്കാൻ പാടില്ലെന്ന് ചോദിച്ച് എൻ്റെ ഭാര്യ എന്നെ നിലവിളിയായി. രാത്രി 2 മണി മുതൽ നേരം വെളുത്ത് 5-5:30 മണി വരെ എൻ്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കണേ, നമുക്ക് മരിക്കണ്ട, നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കണം എന്നും പറഞ്ഞ് എൻ്റെ ഭാര്യ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. നേരം വെളുത്ത് ഒരു 5-5:30 മണിയായപ്പോഴത്തേക്കും മരിക്കേണ്ടെന്നുള്ളത് തീരുമാനമേ. അതേ സമയത്ത് എൻ്റെ പെങ്ങന്മാരൊക്കെ മെസ്സേജ് കണ്ട് എല്ലാവരും വിളിച്ചു തുടങ്ങി, എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, നിൻ്റെ എന്താണ് പ്രശ്നം, നിൻ്റെ കടബാധ്യത പറഞ്ഞ് ഞങ്ങൾക്ക് നീ തരാനുള്ള ഒന്നും നീ തരണ്ട, ഞങ്ങൾ ചോദിക്കാനും വരുന്നില്ല, ഞങ്ങളെ പ്രതി നീ മരിക്കരുത്, നീ ജീവിച്ചിരിക്കണം, നിനക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു തരാം. പ്രിയ സഹോദരങ്ങളെ, ഒരു ആശ്വാസമായി ഇങ്ങനെയെല്ലാം ആയെങ്കിലും അവർക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ തരത്തിലും അവരെന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത്രമാത്രം അവരും എന്നെ സഹായിച്ച് കടബാധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഏതായാലും എൻ്റെ ഭാര്യ പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയും കാത്തിരിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി കടക്കാരുടെ പ്രശ്നങ്ങൾ രൂക്ഷമാവും, അവർക്ക് പൈസ കിട്ടില്ല എന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവരിനി വീട്ടിൽ കയറി ആക്രമിച്ചു തുടങ്ങും. കാരണം ഇതുവരെ അവർ നമ്മളെ ദേഹോദ്രവം ചെയ്തിട്ടില്ല, എല്ലാ സ്ഥലത്തും അപമാനിക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ദേഹോദ്രവം തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞില്ലേ, ഇനി മുതൽ ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞ് ആ ദിവസം മുതൽ എൻ്റെ ഭാര്യ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ എൻ്റെ ഭാര്യ നിലത്ത് മെറ്റലിട്ടിട്ട് ആ മെറ്റലിൽ കൈവിരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ തലയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ തല ഇങ്ങനെ ചുറ്റി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചോദിക്കും, എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇന്നപോലെ ശാലോമിലോട്ട് വിളിച്ചിരുന്നു, ഗുഡ് ന്യൂസിലോട്ട് വിളിച്ചിരുന്നു, അട്ടപ്പാടിയിലേക്ക് വിളിച്ചിരുന്നു, അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞ്, മോളെ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, നീ നിൻ്റെ ഭർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുന്ന ഒരു ദിവസം ഉണ്ടാവും, നീ വിശ്വാസത്തോടെ കാത്തിരിക്കണമെന്ന് പറയും. ഞാൻ അങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഭാര്യ എല്ലാ സ്ഥലത്തും വിളിച്ചിട്ട് ഒരു ദിവസം 10-12 സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, എൻ്റെ കഷ്ടതകളും ദുഃഖങ്ങളും, ഞങ്ങൾ മരണത്തിൻ്റെ വക്കിലാണ്, മരിക്കാനായിട്ട് ഒരുങ്ങാനെല്ലാം പറയുമ്പോഴത്തേക്കും ഒരു ആശ്വസിപ്പിച്ച കാര്യങ്ങൾ എന്നോട് പറയും. ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് സിസ്റ്റർമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മോളെ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, നിൻ്റെ ഭർത്താവിന് ജോലി എല്ലാം ശരിയാവും, നീ കാത്തിരിക്കും, നീ അതുവരെ നീ കാവൽമാലാനെ വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, നിൻ്റെ ഭർത്താവിനൊരു സംരക്ഷണമാണെന്ന് പറഞ്ഞ് കാവൽമാലാനെ വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഏതായാലും കുറച്ച് ദിവസം കൂടെ അങ്ങനെ നീങ്ങിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഫോർട്ട് കൊച്ചി വെളിയിൽ ബഹുമാനപ്പെട്ട സന്തോഷ് കരുമാത്ര ബ്രദറിന് അയച്ച ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ധ്യാനത്തിൽ പോയി പങ്കെടുത്ത്, ആ ധ്യാനത്തിൽ പങ്കെടുത്ത അവസരത്തിൽ അവിടെ വെച്ച് ഞാനൊരു പുസ്തകം വാങ്ങാനിടയായി. ആ പുസ്തകത്തിൻ്റെ പേര് കാഴ്ചയാലല്ല വിശ്വാസത്താൽ എന്ന പുസ്തകമായിരുന്നത്. അത് നമ്മുടെ ആലപ്പുഴ IMS ധ്യാനം നടത്തുന്ന ബിനോയ് ബ്രദർ എഴുതിയ ഒരു പുസ്തകമായിരുന്നു. അങ്ങനെ ഞാൻ ആ പുസ്തകം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു. കാരണം ആ പുസ്തകം തുറന്നപ്പോൾ തന്നെ അതിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഒറ്റ ഇരിപ്പിന് തന്നെ ഈ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായിരുന്നു. കാരണം നേരം വെളുക്കുന്നത് വരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെ TV കണ്ടല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, ആ പുസ്തകം ഞാൻ ആ രാത്രി ഇന്ന് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് വലിയൊരു പ്രത്യാശ തോന്നി. സ്വർഗത്തിലെ ദൈവം ദാരിദ്ര്യം തരുന്നവനല്ലെന്നും കടബാധ്യതകൾ എടുത്തു മാറ്റുന്നവനാണെന്നും രോഗം തരുന്നവനല്ലെന്നും രോഗം എടുത്തു മാറ്റുന്നവനാണെന്നെല്ലാം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നി, സ്വർഗത്തിലെ ദൈവം ദാരിദ്ര്യവും തരില്ല, രോഗവും തരില്ലെന്നാണുള്ള ഈ പുസ്തകത്തിൽ പറഞ്ഞത്. എന്നാൽ ഈ ബ്രദറിനൊന്ന് വിളിക്കണം. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം ഞാൻ ബ്രദറിനെ വൈകുന്നേരം ഫോണിൽ വിളിച്ചു. ബ്രദറെ, എൻ്റെ പേര് ബെർണാഡ്, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു. ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ, ഞാൻ 2 വർഷമായി ഉറങ്ങിയിട്ട് എല്ലാ രാത്രിയും ഞാൻ വിരടാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. പല രാത്രികളിലും എൻ്റെ ഭാര്യ എണീറ്റ് വന്നിട്ട് പറയും, കിടക്ക് കിടക്ക് കിടക്ക്. ഞാൻ പറയും, കിടന്നാൽ ഉറക്കം വരില്ലല്ലോ, ഇവിടെ ഇരിക്കാം. ഇത് തന്നെയായിരുന്നു. അങ്ങനെ
പിറ്റേ ദിവസം ഞാൻ ബ്രദറിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദർ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സഹോദരാ, നിങ്ങളുടെ പ്രയാസങ്ങൾ കേട്ടിട്ട് എനിക്ക് വലിയ സങ്കടമാകും, ഞാനൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ബ്രദർ ഒരു അരമണിക്കൂർ നേരത്തേക്ക് എന്നെ ഫോണിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ മകൻ്റെ മേൽ അഭിഷേകമാണേ, ഈ മകൻ്റെ ഉറക്കത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും വിട്ടുവാനെ സുഖമായി ഉറങ്ങുവാനുള്ള കൃപ ഈ മകന് നൽകണേന്നൊക്കെ പറഞ്ഞ് ആ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായി. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന എല്ലാം കേട്ട് കിടന്നുറങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ സാധാരണ ഉറങ്ങാത്ത ഞാൻ അന്ന് മുതൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. അന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഭാര്യ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എണീക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മോനെ? അപ്പോൾ പറഞ്ഞു, ഇന്നോലെ നേരം വെളുത്തു. അയ്യോ, ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാന്ന് തോന്നുന്നു, ഏതോ സുഖമില്ലാണ്ടായെന്ന് തോന്നുന്നു, അതാണ് ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ഉറങ്ങുന്നത്. കാരണം അത്രയും കാലം ഉറക്കം എന്തെന്നുള്ളത് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 1 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ കഴിയാതെ ഞാൻ പലപ്പോഴും എൻ്റെ തലക്കെട്ടിനെ ഞാൻ പിടിച്ചിടിക്കുമായിരുന്നു. ഒന്ന് തലക്കിടിച്ചിട്ടെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടാണെങ്കിലും എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അതുമാരെ ഉറങ്ങാൻ പറ്റാതെ ഞാൻ വേദനിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഈ ഉറക്കം ശരിയായി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ബ്രദറിനെ വിളിച്ച്, ബ്രദറെ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച ബെർണാടൻ പറഞ്ഞപ്പോൾ തന്നെ ബ്രദറിന് എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഉറക്കം ശരിയായി, പക്ഷേ ഇപ്പോൾ ഉറക്കം ശരിയായി, പക്ഷേ ഇപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയാണ്. കാരണം കടക്കാർ എന്നെ ഇനിയും വിളിക്കും, എൻ്റെ കടങ്ങളൊന്നും മാറിയിട്ടില്ല, ഇങ്ങനെ തന്നെ നിൽക്കണമല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ബ്രദർ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും സഹോദര, ഇന്ന് മുതൽ റോമ 16:20 ആ വചനം പറഞ്ഞാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഇതായിരുന്നു, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തളയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനും പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു അറിവായിരുന്നു. കാരണം ഞാൻ എൻ്റെ മനസ്സിലൊരു തെറ്റായ ബോധ്യം കിടപ്പുണ്ടായിരുന്നു, ദൈവം തന്നേക്കുന്നതാണ് ഈ സഹനങ്ങൾ, അതുകൊണ്ട് ഒരു കാലത്ത് ഇത് കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളൊരു തെറ്റായ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രദറിനോട് ഇങ്ങനെ ചോദിച്ചു, ബ്രദറെ, കടബാധ്യതകൾ ഇങ്ങനെ മാറാൻ പ്രാർത്ഥിക്കാവോ? സഹനത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാൻ? അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു, ക്രിസ്തീയ സഹനം ദൈവിക സഹനം എന്നാൽ അത് ദൈവരാജ്യത്തെ പ്രതി സഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഹനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 3 മാസത്തിന് ശേഷം ബ്രദർ ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു, അന്നൊരു ധ്യാനമുണ്ട്, അന്ന് ആ ധ്യാനത്തിൽ വരണമെന്നും പറഞ്ഞ് ബ്രദർ ഫോൺ കേട്ട് ചെയ്ത്. പക്ഷേ അന്ന് രാത്രി മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സകല കടബാധ്യതകളും എൻ്റെ കാൽ ചൂട്ടിലായിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കാൽ ഉയർത്തി നിലത്ത് ചവിട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നീട് എൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റെപ്പും കൂടി മാറി. ഞാൻ എന്നായിട്ട് കടത്തിൻ്റെ എഗ്രിമെൻ്റുള്ള പേപ്പറുകൾ, ബാങ്കിൻ്റെ പാസ്ബുക്കുകൾ, ഇങ്ങനെ സകല പേപ്പറുകൾ എടുത്ത് ഞാൻ നിലത്തിട്ട് ചാഞ്ഞ് ചവിട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സകല കടബാധ്യതകൾ എൻ്റെ കാൽ ചൂട്ടിലായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശക്തമായിട്ട് ആഞ്ഞ് കാല് നിലത്ത് ചവിട്ടിക്കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥന ഏതാണ്ട് 1 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബ്രദറിനെ പിന്നെയും വിളിച്ചു, ബ്രദറെ, ഞാൻ ഇങ്ങനെ 1 മാസമായിട്ട് ബ്രദർ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കടബാധ്യത ഒന്നും മാറിയിട്ടില്ല. പക്ഷേ എനിക്ക് വേറൊരു കാര്യം എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് 30 ലക്ഷത്തിന് മേളിലാണ് കടബാധ്യതയുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കടങ്ങളെല്ലാം വളരെ നിസ്സാരമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന അവസ്ഥ, നിനക്ക് 33,000 രൂപ, കോടി രൂപയുടെ കടമല്ലല്ല, 30 ലക്ഷം രൂപയുടെ കടമല്ലേ? നീ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വത്തോട് ചേർന്ന് നിന്നാൽ നിനക്കിതെല്ലാം നിസ്സാരമായിട്ട് വീടാൻ കഴിയുമെന്നുള്ള ഭയങ്കര ബോധ്യമൊക്കെ എൻ്റെ മനസ്സിലായി. അപ്പം തന്നെ എല്ലാ ദിവസവും എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം ഇത് തന്നെ, 33,000 കോടി ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം വീടും, പിന്നെ നിൻ്റെ ഈ 30 ലക്ഷം ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ ആ ദിവസം മുതൽ പിന്നെ ബ്രദറിനെ വിളിക്കും, ബ്രദറെ, കടമൊന്നും തീർന്നിട്ടില്ല, കടം അതുവരെ തന്നെ നിൽക്കണേ, കടക്കാരും അതുവരെ നിൽക്കണം. പക്ഷേ വേറൊരു കാര്യം കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് ഉടനെ തന്നെ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിരുന്ന കടക്കാർ എന്നെ കാണുമ്പോഴത്തേക്കും കുറേ കൂടി സാവകാശം തരുന്നു. നീ തരുമല്ല അല്ലേ, കുത്തിപ്പിടിക്കുന്ന രീതികളൊക്കെ മാറി, നീ തന്നാൽ മതി കേട്ടാ, നീ തന്നാൽ മതി, നീ രക്ഷപ്പെടുമ്പോൾ തന്നാൽ മതി, നീ മറക്കരുത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സമീപനം. ആരും പൈസ തരണമെന്നൊന്നും പറഞ്ഞില്ല, പൈസ തരണം, പക്ഷെ നിനക്ക് ഇനിയും ഞങ്ങൾ സമയം തരികയാണെന്ന് പറഞ്ഞ് ആരും എന്നെ ബുദ്ധിമുട്ടിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങോട്ട് മാറി. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ ബിനോയ് ബ്രദറിൻ്റെ അവിടെ ധ്യാനത്തിൽ ആലപ്പുഴ EMS ധ്യാനകേന്ദ്രത്തിൽ ചെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും അന്നത്തെ ക്ലാസ് ഇതായിരുന്നു, ശാക്തീകരണ ധ്യാനമായിരുന്നത്. അവിടെ അന്നത്തെ ഫ്രാൻസിസ് ചന്ദനച്ചൻ പറഞ്ഞു ചോദിച്ചു,
കടബാധ്യത മാറുവാനായിട്ടുള്ള ഒരു ടെക്നിക്കും ഇവിടെ ഇല്ല. ഇവിടെ ഒരേ ഒരു ടെക്നിക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളോടും ചേർന്ന് നിന്നുള്ള ഒരു ജീവിതം. യേശു പറഞ്ഞതുപോലെ അവൻ നിങ്ങളുടെ ജീവിതം ഒരു ട്രാക്കിലാക്കി സഞ്ചരിക്കാൻ തക്കവിധം നിങ്ങളുടെ ജീവിതത്തെ ഇവിടെ പരിശോധിക്കും. അതല്ലാതെ കടബാധ്യത മാറ്റുന്നൊരു ടെക്നിക്കൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ അവസാനം ഒരു കാര്യത്തിൽ ഞാൻ എത്തി. ഈ ധ്യാനത്തിൻ്റെ ഒരു ആന്തരികമായ ലക്ഷ്യം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറക്കുന്ന ഒറ്റ കാര്യമാണെന്ന് പറഞ്ഞു വെച്ചു. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും പിന്നെ കടബാധിതരുടെ കാര്യം അവിടെ വിട്ട് ഞാൻ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നസ്രായനായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൃപകളും കൊണ്ട് എന്നെ നിറക്കണമേ. കടബാധിതരുടെ കാര്യം ഞാൻ ഏതായാലും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചില്ല, അത് നിർത്തി ഈ പ്രാർത്ഥന മാത്രമായി. ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ബ്രദർ പറഞ്ഞ്, ബെർണാഡേ, ഇനി കടബാധ്യതയെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം, പക്ഷേ കടക്കാരെ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എല്ലാ ദിവസവും സകല കടകളും എൻ്റെ കാൽച്ചൂട്ടിലായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, കടക്കാരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഓരോ വ്യക്തികളുടെ പേര് വിളിച്ചിട്ട് പറയും, നസ്രാന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവാനുള്ള പണം ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് ആരും കേൾക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ കടത്തെ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കടക്കാരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ മാറി നിന്നും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നാവിലിരുന്ന് ലയിക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ, നിൻ്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് എന്നെ നിറക്കണമേ, യേശുവിൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ തക്കവിധം നീ എന്നെ ഒരുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞുള്ളൂ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദർ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞ്, സഹോദര, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. രാത്രി പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവൻ്റെ മഹത്വം വെളിപ്പെടുക തന്നെയും, പ്രാർത്ഥിക്കാതിരിക്കരുത്. എത്ര ഇതായാലും പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചോ, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, കൽപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥനയിൽ മാത്രമായി. അതുവരെ ഞാൻ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. കാരണം ധ്യാനം കൂടിയപ്പോൾ ഞാൻ വിചാരിച്ച്, ഇന്ന് ധ്യാനം കൂടി ഞാൻ തിരിച്ചെന്നപ്പോൾ വിചാരിച്ച് ഇനി മുതലൊരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നു. അല്ല, എൻ്റെ കടം വർദ്ധിക്കുവാൻ കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പരസ്യം ചെയ്യണത്, ബ്രോഷർ ഇടുന്നത്, ഓരോ വർക്കിന് വേണ്ടി ഓരോ വർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് കുറേ കടമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇനി കടബാധ്യത ചെയ്യേണ്ട. ആകെ ബ്രദർ പറഞ്ഞത് ഇത്രങ്ങ് മാത്രമാണ്, യേശു ബെർണാഡിൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവിധം ബെർണാഡ് മാറണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ അന്ന് മുതൽ ഒരു കാര്യം തീരുമാനിച്ച്, ഇനി പരസ്യവും ചെയ്യേണ്ട, ബ്രോഷറും കൊടുക്കേണ്ട, വിസിറ്റിംഗ് കാർഡും അടിക്കേണ്ട, അതെല്ലാം ദൈവം ചെയ്തോളും. പക്ഷേ എന്നോട് ഏൽപ്പിച്ച ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വരണേന്ന് പറഞ്ഞ് ബെർണാഡ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ദിവസം മുതൽ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഏതാണ്ട് 2 മാസം കഴിഞ്ഞുള്ളൂ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർക്ക് 2 വർക്കൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് 2 വർക്കൊക്കെയാണ്. അപ്പോൾ എൻ്റെ കടബാധിത സ്ഥിതി ഇത് തന്നെയാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു വർക്ക്, 2 വർക്ക്, 3 വർക്ക്, 4 വർക്കൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഓർത്ത്, ഇത് ദൈവം അനുഗ്രഹിക്കണമായിരിക്കും, വർക്കൊക്കെ ഇങ്ങനെ വരുന്നത് ഉള്ളതൊക്കെ എനിക്ക് അത്ര വിശ്വസിക്കാനൊന്നും കഴിയില്ല. പ്രിയമുള്ളവരെ, ഏതാണ്ട് ഒരു 3 മാസം ആ പ്രാർത്ഥന അതുപോലെ തന്നെ നിന്ന് പിന്നെ ഞാൻ കാണുന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം പണ്ട് മാസങ്ങൾക്ക് മുമ്പ് 4 മാസവും വരെയൊക്കെ ഇങ്ങനെ എനിക്ക് വർക്ക് കിട്ടാതെ ഇരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. 4-ാം മാസം ഒരു വർക്ക് കിട്ടിയാൽ ഞാൻ ആ വർക്കിന് വേണ്ടി അവിടെ ചെല്ലും. അവിടെ ചെന്ന് ആ വർക്ക് കളന്ന് കഴിയുമ്പോഴത്തേക്കും ആ പാർട്ടി പറയും, എന്ന് ചെയ്യാൻ പറ്റും. ഉടനെ ഞാൻ പറയും നാളെ തുടങ്ങാമെന്ന് പറയും. അപ്പോൾ ഉടനെ അവർ പറയും, നാളെ തുടങ്ങണ്ട, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രാർത്ഥനയിൽ മാത്രം ഇങ്ങനെ നിലനിന്നിരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴത്തേക്കും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങി. എനിക്ക് ഒരു ദിവസം 3 വർക്ക് മുതൽ 11 വർക്ക് വരെ വരുന്ന ദിവസങ്ങളായിട്ട് മാറി. അതേപോലെ തന്നെ എനിക്ക് ഒരു ജോലിക്കാരനെ ഉണ്ടായത്. ആ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ നിന്ന് എൻ്റെ ജോലിക്കാർ 27 പേരായിട്ട് മാറി. അങ്ങനെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാനം വർദ്ധിക്കുവാൻ തക്ക വിധം ഇങ്ങനെ ജോലികൾ ഏൽപ്പിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പക്ഷേ പിന്നീടുള്ള നാളുകളിൽ അതേ മരനെ നിലനിന്ന് വർദ്ധിച്ചു വന്ന് ഈ ഒരൊറ്റ വർഷം കൊണ്ട് എൻ്റെ 30 ലക്ഷം രൂപയുടെ അധികം കടബാധ്യതകൾ എനിക്ക് വീടുവാൻ കഴിഞ്ഞ്. അതിനുശേഷം ബ്രദർ ഒരു ദിവസം വിളിച്ചിട്ട് പറയും, നമ്മുടെ കൂട്ടായ്മയിൽ നിലനിൽക്കണം, പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു, സഹോദര, നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി വില നൽകാൻ തയ്യാറാൽ അവൻ നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ കടബാധ്യത മാറ്റിയെന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ട് ബ്രദർ പറഞ്ഞ്, നിങ്ങൾ ഇന്ന് ബൈക്കിന് സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം താമസിയാതെ നിങ്ങളെ കാറിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു.
അപ്പോഴും ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? കാരണം ഞാൻ നാളുകൾക്ക് മുമ്പ് ആഗ്രഹിച്ചത് വലിയ സമ്പാദ്യമൊന്നുമല്ല, കടമില്ലാതെ അല്ലെങ്കിൽ കടക്കാർ ബുദ്ധിമുട്ടിക്കാത്ത ഒരു അവസ്ഥ മാത്രമായിരുന്നു ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ബ്രദർ അത് പറഞ്ഞ പോലെ ഈ വാഗ്ദാനം നിങ്ങൾ ഏറ്റെടുത്തു. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് വലിയ കൃപയും കരുണയും കാണിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ കാത്തിരുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസങ്ങൾ അതുപോലെ കടന്നുപോയി. എൻ്റെ വരുമാനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 1 ജോലിക്കാരൻ, 4 ജോലിക്കാരൻ, 8ആയി, 12ആയി, 16ആയി. സ്വർഗത്തിലെ ദൈവം ഇന്ന് എനിക്ക് 27 പേരെ ജോലിക്കാരായി തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മുമ്പ് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് 10,000 രൂപ ഒരു വരുമാനം, ഒരു മാസ വരുമാനം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം ഞാൻ പൈസ ഇല്ലാതെ കിടന്ന് ഓരോ സ്ഥലത്ത് അലഞ്ഞപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നാട് വിട്ട് എവിടെയെങ്കിലും പോയിട്ടാണെങ്കിലും ജീവിക്കാമായിരുന്നെങ്കിൽ ചിന്തിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ മാസ വരുമാനം 2 ലക്ഷം രൂപയുടെ മുകളിലാണ് ആക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ വർക്കുകൾ ഇങ്ങനെ വന്ന് പെൻഡിങ് ആകാൻ തുടങ്ങി. ഞാൻ സുവിശേഷ വേലയിലും പങ്കുകാരനാകാൻ തുടങ്ങി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ആ കാര്യത്തിന് വില കൊടുക്കാൻ തയ്യാറായപ്പോഴത്തേക്കും എൻ്റെ വരുമാനം മാറ്റിയെന്ന് മാത്രമല്ല, ഞാൻ ഏതെല്ലാം മേഖലയിൽ അപമാനിക്കപ്പെട്ടോ അവിടെ എല്ലാം എന്നെ മാനിക്കുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും മാറ്റി പറിക്കാനിട വന്നു. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചത് ഇതിൻ്റെ കാരണം ഇതാണ്. ഞാൻ കടന്നു വന്നത്, ഞാൻ വേദനിച്ചൊരു മേഖല അതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞു വന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കടബാധ്യത മാത്രം മാറ്റുന്ന ദൈവമല്ല, രോഗം സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. എല്ലാ മേഖലയിലും ആരെല്ലാം ഏതെങ്കിലും തരത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ജീവിതത്തിലും എല്ലാ തരത്തിലും സ്വർഗത്തിലെ ദൈവത്തിന് കടന്നു വരുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാനും എല്ലാം സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ഈ നാളുകൾ കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നു. അതേമാതിരി സ്വർഗത്തിലെ ദൈവം എന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. 1 വർഷമായിട്ട് മിക്കവാറും മാസങ്ങളിൽ ആ സുവിശേഷ വേലയിൽ ഭാഗ്യമായിട്ടാണ് പങ്കുകാരനാകാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപരി യേശുവിനോടുള്ള ബന്ധത്തിൽ ചേർന്ന് നടക്കുവാനും അവൻ്റെ സുവിശേഷത്തിന് സാക്ഷിയായി ജീവിക്കുവാനും കൃപയാൽ എനിക്ക് സാധ്യമാകുന്നു.